അർജുൻ, നീ എന്തിനാണ് മോളോടിങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത്? അതുകൊണ്ടല്ലേ ഇവൾ കരയുന്നത്? സ്റ്റെല്ല വഴക്കു പറഞ്ഞതും അർജുൻ്റെ മുഖം ഇരുണ്ടു. പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ വീടെത്തുന്നത് വരെ ഇരുന്നത്. വലിയൊരു ഇരുനില മാളികയുടെ മുൻപിലായി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ചിന്മയി മുഖം ഉയർത്തി നോക്കി. മോളെ, ഇവിടെ ഇരിക്കട്ടോ, അമ്മ പോയി വിളക്കൊക്കെ എടുത്തു വെക്കട്ടെ, എന്നിട്ട് രണ്ടാളും ഇറങ്ങിയാൽ മതി. അവർ പുറത്തേക്ക് പോയതും അർജുനും ചിന്മയും മാത്രമായി വണ്ടിയിൽ. അവൾക്കാണെങ്കിൽ പേടി കാരണം ഒന്നും മേലാത്ത അവസ്ഥ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അർജുൻ ഫോണിൽ നോക്കിയിരിക്കുന്നത് അവൾ മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു. ആരൊക്കെയോ കാറിൻ്റെ അരികിലായി വന്നു. ഇറങ്ങി വാ മക്കളെ, സമയമായി. ഇന്ദ്രൻ്റെ അമ്മാവൻ്റെ മകൾ രാജേശ്വരി ആൻ്റിയാണ്. അർജുൻ ഒന്നും മന്ദഹസിച്ചുകൊണ്ട് ഡോർ തുറന്നു. പിന്നാലെ ചിമ്മുവും. മോളെ, അറിയോ എന്നെ? ആൻറ്റി ചോദിച്ചതും അവൾ ചെറുതായി തലകുലുക്കി. അർജുൻ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇത് രാജേശ്വരി ആൻറ്റി, അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ്. അർജുൻ്റെ ശബ്ദം മുഴങ്ങിയതും അവൾ വീണ്ടും തലകുലുക്കി. മോളെ. സ്റ്റെല്ലയുടെ സ്നേഹത്തോടെയുള്ള വിളിയൊച്ച കേട്ടതും അവൾ അവിടേക്ക് നോക്കി. കുറച്ച് പെൺകുട്ടികൾ താലവുമായി വരികയാണ്. അവരുടെ നടുക്ക് നിലവിളക്കുമായി അമ്മയും. പിന്നെയും ഏതൊക്കെയോ സ്ത്രീകളുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വന്നതാണല്ലോ എന്ന് ചിമ്മു ഓർത്തു. വലിയ സാരിയും ഒതുക്കി പിടിച്ചുകൊണ്ട് ചിമ്മു അർജുൻ്റെ പിന്നിൽ നിന്നപ്പോൾ ആരോ വന്നിട്ട് അവളെ മുൻപിലേക്ക് കയറ്റി അവൻ്റെ ഒപ്പം നിർത്തി. ഇവിടെ നിൽക്കണം കേട്ടോ. ഇരുവരുടെയും പാദത്തിൽ ഒന്ന് രണ്ട് കുട്ടികൾ വെള്ളം തളിച്ചു. ആരോ വന്നിട്ട് ഒരു തളികയിൽ കർപ്പൂരം ഒഴിഞ്ഞു. സ്റ്റെല്ല നീട്ടിയ നിലവിളക്ക് പാവം ചിന്മയെ വാങ്ങിയതും അവളെ വിറയ്ക്കുകയായിരുന്നു. വിളക്ക് കയ്യിൽ നിന്നും താഴേക്ക് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ കയറി വരുന്നത്. പെൺകുട്ടി വലതുകാൽ വെച്ചുകൊണ്ട് ആദ്യത്തെ പടിയിൽ കയറിയതും കുറേ ആളുകൾ ചേർന്ന് കുരവ വിളിച്ചു. ഇരുവരെയും പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അച്ചമ്മയായിരുന്നു. അവിടെ ചെന്ന് വിളക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ശേഷം രണ്ടാളെയും അകത്തളത്തിലേക്ക് കൊണ്ടുവന്നിരുത്തി. പാലും കദളിപ്പഴവും പഞ്ചസാരയും ചേർന്ന് നുറുക്കിയ ഒരു മിശ്രിതമാണ് മധുരം വെപ്പ് ചടങ്ങിനായി എടുത്തത്. അച്ചമ്മയും ഇന്ദ്രനും വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ ഇരുവർക്കും മധുരം കൊടുത്തു. ഏറ്റവും ഒടുവിലെ സ്റ്റെല്ലയും. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നേരം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അർജുൻ്റെ കോളേജിൽ നിന്നും സഹപ്രവർത്തകരായിട്ട് ചില അധ്യാപകരൊക്കെ വൈകുന്നേരമാണ് എത്തിയത്. അധികം ആരോടും അവൻ ഈ വിവരം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ട കുറച്ച് സഹപ്രവർത്തകർ മാത്രമാണ് എത്തിയത്. ചിന്മയെ കാണുമ്പോൾ എല്ലാവർക്കും അവളോട് വാത്സല്യഭാവം. ആകെ കൂടി അർജുൻ്റെ തോളിൻ്റെ താഴെയുള്ളവൾ. പേടിച്ചരണ്ട ഭാവമാണ് ആ മിഴികളിൽ. ഈ കുട്ടിക്ക് അർജുനെ പേടിയാണോ എന്നാരോ ചോദിക്കുന്നതിടയ്ക്ക് അവൻ കേട്ടു. അവൻ്റെ കടപ്പല്ലുകൾ എരിയുന്നുണ്ട്. ചിന്മയെ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഏറ്റവും ഒടുവിലായി ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും അവളുടെ തോളിലേക്ക് അമർത്തിപ്പിടിച്ച് ഇതിൽ വേദനിപ്പിച്ചുകൊണ്ടാണ് അവൻ നിന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയിൽ അവളുടെ മിഴികൾ നിറഞ്ഞു. വേഷമൊക്കെ മാറ്റുവാനായി അർജുൻ്റെ മുറിയിലേക്ക് സ്റ്റെല്ലയാണ് അവളെ കൊണ്ടുപോയത്. മിടിക്കുന്ന നെഞ്ചോടെയാണ് അവൾ അങ്ങോട്ട് കയറിയത്. അടുക്കിനും ചെട്ടിക്കും ക്രമീകരിച്ച ഒരു മുറിയായിരുന്നത്. ചിമ്മു നോക്കിയപ്പോൾ ഒരു ചുളിവ് പോലും വരുത്താതെ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റാണ് കാണുന്നത്. അതുപോലൊരു മേശയിൽ 4-5 ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു കസേരയും കിടപ്പുണ്ട്. ഡ്രസ്സിംഗ് റൂമിലേക്ക് ചിമ്മുവിനെ കൊണ്ടുപോയി ശേഷം മറ്റു 2 പേരെയും കൂടി സ്റ്റെല്ല വിളിച്ചു. മോളെ, ഇവരൊക്കെ അച്ഛൻ്റെ കസിൻസിൻ്റെ മക്കളാ. ഇത് ഭാഗ്യ, ഇത് പാർവണ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കുട്ടികളും താമസിക്കണത്. എന്ത് ചെയ്യുകയാണെന്ന് ചിന്മയെ അവരോട് ചോദിച്ചപ്പോൾ അവരും PG സ്റ്റുഡൻ്റ് ആയിരുന്നു. ചിമ്മുവിൻ്റെ അതേ പ്രായവും. മുല്ലപ്പൂവും ആഭരണങ്ങളും സാരിയും ഒക്കെ മാറ്റുവാൻ അവരും കൂടി അവളെ സഹായിച്ചു. മാറി നിന്നും അവൾ സാരി അടർത്തി മാറ്റാൻ തുടങ്ങിയപ്പോൾ ചിമ്മുവിന് വല്ലാത്ത നാണം തോന്നി. ഇനി ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ അവരെ നോക്കി. നാണാണോ? ഭാഗ്യ കളിയായി ചോദിച്ചതും ചിമ്മു ഒന്നും മന്ദഹസിച്ചു. അപ്പോഴേക്കും അർജുൻ അവിടേക്ക് കയറി വന്നു. ആ, ദേ മണവാളനെത്തി. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആൾ ചെയ്തു തരും. ഞങ്ങൾ പൊയ്ക്കോളാം. പാർവണ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. പിന്നാലെ ഭാഗ്യയും. അവർ പോയതും വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് അർജുൻ ചിന്മയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. നിനക്കെന്നെ പേടിയാണോടി എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ ചിമ്മുവിൻ്റെ തോളിൽ പിടിച്ച് ശക്തമായി കുലുക്കി. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു. എങ്കിലും അവനോട് മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ചു നിൽക്കുകയാണ് ആ പാവം. കാരണം ഒന്ന് പ്രതികരിക്കാനൊന്നും അവൾക്കറിഞ്ഞുകൂടാ. ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കും മുന്നേ
വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു വിട്ടു. ഇന്നലെ വരെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്ന് അവരെയും കെട്ടിപ്പിടിച്ചുറങ്ങിയവൾ ഒറ്റ മോളായതുകൊണ്ട് ലാളന ഒരുപാട് അനുഭവിച്ചു. ശരിക്കും അതൊക്കെ കൊണ്ടാണ് ചിന്മയി ഒരുപാട് പാവമായി പോയത്. അവൾ മറുത്തൊരു വാക്കുപോലും പറയാതെ വന്നപ്പോൾ അർജുൻ ദേഷ്യത്തിൽ അവളെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചിന്മയി ഒരു പ്രകാരത്തിൽ ആ സാരിയൊക്കെ അഴിച്ചു മാറ്റി. എന്നിട്ട് അലമാര തുറന്ന് ഒരു സൽവാർ എടുത്തു. അതുമായി നേരെ വാഷ്റൂമിലേക്ക് പോയി. അർജുൻ ആരോട് ഉറക്കെ സംസാരിക്കുന്നത് ബെഡ്റൂമിൽ നിന്ന് കേൾക്കാം. അവൾ ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ട് ഷവർ ഓൺ ചെയ്ത് കുറേ സമയം അതിൻ്റെ കീഴിൽ നിന്നു. തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ വല്ലാണ്ട് കുളിർന്നു. കുളിച്ചിറങ്ങിയപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. സൽവാർ മണിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ അർജുൻ അവളെ ദേഷ്യത്തിലൊന്ന് അടിമുടി നോക്കി. ഇന്നലെ വരെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്. എന്നിട്ട് എന്താടി നീ അതൊന്നും കേൾക്കാത്തത്? അവൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ അർജുനേട്ടനോട് അതാ പറഞ്ഞേ, എന്നെ ഇഷ്ടമല്ലെന്ന് എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാൻ. അവ്യക്തമായി വിക്കി അവൾ എന്തൊക്കെയോ പറഞ്ഞു. മതി, നിർത്ത്. അവൻ അലറിയതും പേടിയോടെ അവൾ പിന്നിലേക്ക് നീങ്ങി നിന്നു. എൻ്റെ ക്ലാസ് തീരാൻ 7-8 മാസം കൂടിയുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. ഇനി ഇങ്ങോട്ട് വരില്ല, ഉറപ്പ്. എന്നിട്ട് നിൻ്റെ അച്ഛൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് ഈ നാട്ടിൽ അവർ വീട് അന്വേഷിക്കുന്നുണ്ടെന്നാണല്ലോ. അത് വേണ്ടെന്ന് വെപ്പിക്കാം. എങ്ങനെ? ഞാൻ പറഞ്ഞോളാം, എനിക്കെൻ്റെ പഴയ കോളേജിൽ തന്നെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണമെന്ന്. നീ പറഞ്ഞാൽ നിൻ്റെ വീട്ടുകാർ കേൾക്കുമോ? കേൾക്കും. എന്നിട്ട് നീ എന്താ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം അവരോട് പറയാഞ്ഞത്? അത് അവർക്കെല്ലാവർക്കും അർജുനേട്ടനെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവരാരും അതൊന്നും വിശ്വസിക്കില്ല. അതുകൊണ്ടാ. ഒറ്റ മോളായതുകൊണ്ടാണോ നീ ഇങ്ങനെ കൊഞ്ചുന്നത്? പേടിയോടെ അർജുനോട് മുഖം താഴ്ത്തി പറയുന്ന ചിന്മയെ നോക്കി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അതിനുശേഷം ഒന്നും പറയാതെ അവൾ അനങ്ങാതെ നിന്നു. നീ ഒഴിഞ്ഞു പോകണ്ട, പകരം ഞാൻ പോയിക്കോളാം. തിങ്കളാഴ്ച മുതൽ എനിക്ക് പുതിയ കോളേജ് ജോയിൻ ചെയ്യണം. ഞാനിവിടുന്ന് പോകും. നീ ഇവിടെ കൂടിക്കോ, അതല്ലേ നിൻ്റെ ആഗ്രഹം? അവൻ ദേഷ്യത്തിൽ ഒന്നുകൂടെ നോക്കിയ ശേഷം അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അർജുൻ പോകുന്നത് നോക്കി ചിമ്മു വിഷമത്തോടെ നിന്നു. വാതിലിൽ ആരോ മുട്ടിയതും അവൾ ചെന്ന് തുറന്നു. സ്റ്റെല്ലയായിരുന്നു. മോളെ, ഡ്രസ്സ് മാറിയോ? മാറിയമ്മേ. ഇതിട്ടാൽ മതിയോ? ആ, മതിയിടാ. അവർ വാത്സല്യത്തോടെ അവളുടെ കവളിൽ തൻ്റെ കൈ ചേർത്തു. മോളെ, നെറുകയിലെ സിന്ദൂരം മാഞ്ഞൂടാ, അവിടെ ഇരിപ്പുണ്ട്, ഇത്തിരി എടുത്തിടണേ. സ്റ്റെല്ല പറഞ്ഞതും അവൾ തലകുലുക്കി. മോളുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇന്ദ്രേട്ടനെ വിളിച്ചു പറഞ്ഞു. ആണോ? എന്നോട് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്നെ പറ്റിച്ചതാണെന്നാ. വിടർന്ന മിഴികളോടെ അവൾ സ്റ്റെല്ലയോട് പറഞ്ഞു. ഇല്ലടാ, പറ്റിച്ചില്ല, അവർ വരും. അർജുനോടെ കുളിക്കാൻ കയറിയോ? മോൾക്ക് വിശക്കുന്നുണ്ടോ? അമ്മ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ, വിശപ്പില്ല. അപ്പോഴേക്കും ഫാഗിയും അവരുടെ അടുത്തേക്ക് വന്നു. സ്റ്റെല്ല ആരോ വിളിക്കുന്നു എന്ന് പറയാനാണ് വന്നത്. മോള് റെഡിയായിട്ട് വരൂ കേട്ടോ, അമ്മ താഴേക്ക് ചെല്ലട്ടെ. ഫാഗിയും സ്റ്റെല്ലയും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചിന്മയി മുടിയൊക്കെ അഴിച്ചു തോർത്തി. ശേഷം ഇരു സൈഡിൽ നിന്നും അല്പം എടുത്ത് പിന്നെ ഇട്ടു. പിന്നീട് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നെറുകയിലേക്ക് ഇട്ടപ്പോൾ അർജുൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ടതും പേടിയോടെ ചിമ്മു ഇത്തിരി ഒതുങ്ങി നിന്നു. ഇവിടെ കിണങ്ങിക്കൊണ്ട് നിൽക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്ക് ചിന്മയി. അർജുൻ ശബ്ദമുയർത്തിയതും ചിമ്മു പെട്ടെന്ന് പുറത്തേക്ക് പോയി. വേഷമൊക്കെ മാറിയ ശേഷം അർജുനും താഴേക്ക് ഇറങ്ങിച്ചെന്നു. ചെറിയച്ഛൻ്റെ മോളായ പവിത്രയോടൊപ്പം നിന്നപ്പോൾ ചിമ്മു അവളേക്കാൾ ചെറുതായിരുന്നു. എല്ലാവരുടെയും ചർച്ച അതാണെന്ന് അർജുന് മനസ്സിലായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് പവിത്ര. അവൾ വന്നിട്ട് ചിമ്മുവിൻ്റെ ഒപ്പം നിന്ന് പൊക്കമൊക്കെ അളക്കുന്നുണ്ട്. യാതൊരു ഭാവഭേദവുമില്ലാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അത്ഭുത ലോകത്തുനിന്ന് വന്ന പെൺകുട്ടിയെപ്പോലെയാണ് ചിന്മയി നിൽക്കുന്നതെന്ന് അർജുൻ ഓർത്തു. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു പക്വതയും പാകതയും ഇല്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടി. അച്ഛനോടും അമ്മയോടും ശരിക്കും അവന് പക തോന്നിയ നിമിഷമായിരുന്നു. അർജുൻ, വാമോനെ, ഇവിടെ ഇരിക്ക്, വന്ന് ചായ കുടിക്ക്. അച്ഛമ്മയുടെ ശബ്ദം കേട്ട് അവൻ അവിടേക്ക് മുഖം തിരിച്ചു നോക്കി. ചിമ്മു, മോളെ.
അച്ചമ്മ വിളിച്ചതും ചിന്മയി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ആ സമയത്തായിരുന്നു കൃത്യം അർജുൻ്റെ കോളേജിൽ നിന്നും പ്രിൻസിപ്പൾ എത്തിയത്. സാറിനെ എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് ഇന്ദ്രനും സ്റ്റെല്ലയും കൂടി സ്വീകരിച്ചു കൊണ്ടുവന്നു. ചിന്മയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് സ്റ്റെല്ലയായിരുന്നു. വല്ലാത്തൊരു വാത്സല്യത്തോടെ അയാൾ അവളെ നോക്കി. മോൾ എവിടാ പഠിച്ചേ? സാറ് ചോദിച്ചതും അവൾ ഡീറ്റെയിൽസൊക്കെ സാറിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അവളെ ഒരുപാട് ഇഷ്ടമായി. തങ്ങളുടെ കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ സ്വാഗതം ചെയ്തു. എല്ലാം കേട്ടുകൊണ്ട് ദേഷ്യഭാവത്തിൽ ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുകയാണ് അർജുൻ. എല്ലാവർക്കും ഇവളോട് ഇത്രയ്ക്ക് സ്നേഹം തോന്നാൻ എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് യാതൊരു എത്തുപിടിയും കിട്ടിയില്ല. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവളോട് കൂട്ടുകൂടാനായി വരികയാണ്. ഒരു നനുത്ത പുഞ്ചിരിയോടെ ചിന്മയി അങ്ങനെ നിന്നു. എല്ലാവരും ചേർന്ന് ചായയൊക്കെ കുടിച്ച് ഇത്തിരി നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും ചിന്മയുടെ വീട്ടുകാർ കൂടി എത്തി. അടുക്കള കാണൽ ചടങ്ങ്. ഇവിടേക്ക് യാതൊരു വക സാധനങ്ങളും കൊണ്ടുവന്നേക്കരുതെന്ന് ഇന്ദ്രനും സ്റ്റെല്ലയും പ്രത്യേകം വിളിച്ചു പറഞ്ഞു. ഒന്നിൻ്റെ ആവശ്യം അവർക്കില്ല താനും. അതുകൊണ്ട് ക്യാഷ് കൊടുക്കാമെന്നാണ് പ്രദീപും രേഷ്മയും തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് അവരെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഒരു കാർ എടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അതും സർപ്രൈസായിട്ട്. ചിന്മയ്ക്ക് ഇഷ്ടമുള്ള കിയാടെ വണ്ടിയായിരുന്നു അവർ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ വന്നു എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ടതും ചിന്മയി ചാടി എഴുന്നേറ്റു. എന്നിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഓടി. പ്രദീപ് ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ അച്ഛൻ്റെ കൈകളിലേക്ക് പോയി തൂങ്ങി. അച്ഛനെയും അമ്മയും പിരിഞ്ഞിരിക്കുന്നത് ഇത്തിരി ദുഃഖമുള്ള കാര്യമാണ് അല്ലേ മോളെ? ശ്രീദേവി വല്യമ്മ അവളെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് അർജുൻ കേട്ടു. ഇത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവൾ എന്തിനാ തന്നെ കല്യാണം കഴിച്ചത്? അവിടെ നിന്നാൽ പോരായിരുന്നു. നാശം. അർജുൻ ഓർത്തു. അപ്പോഴേക്കും അർജുൻ്റെയും ചിന്മയുടെയും കൈകൾ കൂട്ടിപ്പിടിച്ച ശേഷം അതിലേക്ക് പുതിയ വണ്ടിയുടെ കീ വെച്ച് കൊടുത്തത് പ്രദീപും രേഷ്മയും ചേർന്നാണ്. അലമാരിയൊക്കെ കൊണ്ടിരുന്ന ചടങ്ങ് പണ്ട് മുതലേ എല്ലാവരും പിന്തുടർന്നു പോകുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അലമാരയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും വെറുതെ വരാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. കാറും ഇവിടെ ഉണ്ടെന്നറിയാം. ആലോചിച്ചിട്ട് മറ്റൊന്നും വാങ്ങാൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പ്രദീപ് പറഞ്ഞതും അർജുനൊരു പുച്ഛഭാവമായിരുന്നു. തുടരും. എൻ്റെ കഥ വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹം. സ്വന്തം മിത്രവിന്ദ.